ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളത്. ശരിക്കും ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കണം എന്താണ്? ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് മനസ്സിലേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ പൈസ ഉണ്ടാക്കാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ സ്പെൻഡ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത് കുറേ പൈസ ഉണ്ടാക്കുക, പിന്നെ അത് നമ്മൾ തോന്നുന്നതായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ ടൈമിനെ തിരിച്ചെടുക്കുന്നതിന് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ 5 ദിവസം അവിടെ പോയി. നമ്മൾ അവിടെ പോയി നമ്മൾ 5 ദിവസം അവിടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ റിട്ടേൺസ് ആയിട്ട് കാശ് കിട്ടണം. ശരിക്കും ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ടൈം നമ്മൾ എവിടെയും സ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കാശ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ മിക്ക ആൾക്കാരും ഈ ഫ്രീലാൻസിങ് അല്ലെങ്കിൽ ഈ ബിസിനസ് ഒക്കെ തുടങ്ങുന്നത്. ഈ ബിസിനസ് നമ്മൾ ഈ 9 to 5 ജോലിനേക്കാളും സിമ്പിളാണെന്നല്ല പറയുന്നത്. ശരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പൈസ ഉണ്ടാക്കുക, അത് ചിലവാക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സമയം നമ്മൾ തിരിച്ചെടുക്കലും കൂടിയാണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഈ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ പാരൻസിനെ റിട്ടയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഹെൽത്തൊക്കെ നോക്കാനും ഇതിനെയൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഈ കുറേ പൈസ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ തോന്നണ പോലെ സ്പെൻഡ് ചെയ്യുക, അത് മാത്രമല്ല ശരിക്കും ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും ഈ പൈസ മാത്രം ഉണ്ടാക്കാൻ ഫോക്കസ് ചെയ്യാണ്ട് നമ്മുടെ ടൈമിനെയും കൂടിയും തിരിച്ചെടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. സോ ഇത്രയുള്ളൂ.